നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്വകാര്യ കമ്പനികളായ എയർടെലും ജിയോയും വോഡഫോൺ ഐഡിയയും അവരുടെ റീചാർജ് നിരക്കുകൾ കൂട്ടാൻ പോവുകയാണ്. 10 മുതൽ 20% വരെയാണ് അവർ വർദ്ധിപ്പിക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ 299 രൂപ കൊടുക്കുന്ന ആൾക്കാർ ചിലപ്പോൾ 450 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് അവർ വർദ്ധിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഈ റീചാർജ് വർധനവ് ഉണ്ടാകും. അത് എന്നുള്ളത് നിലവിൽ ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല. ഉടനെ തന്നെ എന്തായാലും ഉണ്ടാകും. അപ്പോൾ അവരുടെ നെറ്റ്വർക്ക് കപ്പാസിറ്റി കൂട്ടാനും പിന്നെ 5Gയുടെ വ്യാപനത്തിനും വേണ്ടിയാണ് ഈ വർധനവെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് സാധാരണക്കാരനെ സംബന്ധിച്ച് നമുക്കൊന്നും താങ്ങാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അവരെങ്ങനെയൊക്കെ കപ്പാസിറ്റി കൂട്ടിയാലും ഡാറ്റയുടെ സ്പീഡൊക്കെ എല്ലാം കുറവ് തന്നെ ആയിരിക്കുള്ളൂ. ഒരു സ്പീഡും പ്രതീക്ഷിക്കേണ്ട. ഇവരിങ്ങനെ പൈസ മേടിക്കണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിലവിൽ ഇപ്പോൾ പഴയ പ്ലാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ പുതിയ നിരക്കുകൾ നിലവിൽ വന്നു കഴിയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു വർഷത്തേക്കൊന്നും റീചാർജ് ചെയ്ത് വെച്ചിരിക്കുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പഴയ പ്ലാൻ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. ഓക്കെ, താങ്ക് യു.